ഹലോ, അപ്പോൾ ലാസിക് മീഡിയയുടെ പുതിയ വർക്കിലാണ്, പുതിയ എപ്പിസോഡുകളിലാണ് ഞങ്ങളെല്ലാവരും. ലാസിക് മീഡിയയുടെ പുതിയ വർക്കുകൾ, ഷോർട്സൊക്കെ നിങ്ങളെല്ലാവരും കണ്ട് ഫീഡ്ബാക്ക് അറിയിക്കുന്നുണ്ട്. ഒരുപാട് സന്തോഷം. നിങ്ങളുടെ നായകനായിട്ടുള്ള ലാലയുണ്ട്, അതുപോലെ പാത്തു ഇവിടെ ഉണ്ട്, ഇതാ അസർപ്പ് ഇവിടെ ഉണ്ട്. അസർപ്പ് ഇപ്പുറത്തെ പുട്ടസീൻ ഇപ്പുറത്ത് വെക്കണ്. ഓക്കെ, അപ്പോൾ എല്ലാ ക്യാരക്ടറിനെയും കണ്ട് ഇഷ്ടപ്പെട്ട് ഫീഡ്ബാക്ക് അറിയിക്കുന്ന എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. എന്താണ് പുട്ടസീനക്ക് പറയാനുള്ളത്? ഈ ലൊക്കേഷനെ കുറിച്ച് എന്താണ് പറയാനുള്ള? സീന പറയൂ. നല്ല പുട്ട്, നല്ല കുച്ചി, നല്ല സിനിമ, അടിപൊളി വർക്ക്. അസർഫ്, പാത്തു എന്നിങ്ങനെയുള്ള കഥാപാത്രങ്ങൾ അതിമനോഹരമായി ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് ഇങ്ങനെ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളെ വിലയേറെ അഭിപ്രായങ്ങളും കമന്റും എല്ലാറ്റിനും ഒരുപാട് താങ്ക്സ്. എന്താണ് ലാലക്ക് പറയാനുള്ളത്? പറയൂ. എനിക്ക് മോഹൻക്ക് തന്നെ പറയാനുള്ളത്. എൻ്റെ പുട്ടാസീൻ എന്താ പറഞ്ഞു അതെന്തൊക്കെ പറയാനുള്ളത്. ഓക്കെ. അപ്പം ഞങ്ങൾ ഇലക്ഷനുമായിട്ട് ഞങ്ങൾ കുറച്ച് പാട്ട് ഞങ്ങൾ സെറ്റാക്കിയിട്ടുണ്ട്. ആ സീൻ പാട്ട് പാടാൻ പോവാണ്. പാട്ട് നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. പുട്ടസീന സാരഥി, ഒന്നാം വാർഡ് സാരഥി, വോട്ട് ചെയ്തു പുട്ടും കുറ്റിയിൽ, നിങ്ങൾ വോട്ട് ചെയ്യൂ പുട്ടും കുറ്റിയിൽ. പുട്ടസീന സാരഥി, ഒന്നാം വാർഡ് സാരഥി, വോട്ട് ചെയ്യൂ പുട്ടും കുറ്റിയിൽ, നിങ്ങൾ വോട്ട് ചെയ്യൂ പുട്ടും കുറ്റിയിൽ. അതെ, എന്താ പറഞ്ഞ റേപ്പ് സോങ്? ഞാനാ റാപ്പാ? മാറ്റി പിടിക്കാൻ റേപ്പ് സോങ്. റേപ്പ് അല്ലടി, റാപ്പ്. വേടൻ്റെ ഒക്കെ റാപ്പല്ലേ? അയച്ചല്ലേ. പുട്ടും കുറ്റിച്ചിന്റെ നിങ്ങൾ മറക്കല്ലേ, പുട്ടസീനാനെ നിങ്ങൾ മറക്കല്ലേ, പുട്ടും കുറ്റി ചിഹ്നം നിങ്ങൾ മറക്കല്ലേ, നിങ്ങൾ പുട്ടസീന നിങ്ങൾ ഒന്നും മറക്കല്ലേ. പുട്ടും കുറ്റി, പുട്ടും കുറ്റി, പുട്ടും കുറ്റി, പുട്ടും കുറ്റി. അപ്പോൾ ഇത് ഞങ്ങളുടെ പുതിയ ആർട്ടിസ്റ്റാണ് റസിയ എന്നാണ് ഈ ആർട്ടിസ്റ്റിൻ്റെ പേര്. അപ്പോൾ നമ്മളെ പുട്ടസീനയുടെ പാട്ട് നമുക്ക് അസീനെ കൂടിയിട്ട് ഞങ്ങൾ പാടാൻ പോകുന്നുണ്ട്. പുട്ടസീന അസർപ്പും ഉണ്ട് കേട്ടോ. ഓക്കെ, എവിടെ തല തിരിച്ചു പിടിച്ചാ? ഓക്കെ, കേട്ട് നോക്കൂ. പുട്ടസീന സാരഥി, ഒന്നാം വാർഡ് സാരഥി, വോട്ട് ചെയ്യൂ പുട്ടും കുറ്റിയിൽ. പാടൂ. വോട്ട് ചെയ്യൂ പുട്ടും കുറ്റിയിൽ. പുട്ടസീന സാരഥി, ഒന്നാം വാർഡ് സാരഥി, വോട്ട് ചെയ്യൂ പുട്ടും കുറ്റിയിൽ, നിങ്ങൾ വോട്ട് ചെയ്യൂ പുട്ടും കുറ്റിയിൽ. അതിന്റെ റാപ്പ് ഞാൻ നേരത്തെ പാടി. അത് നമ്മളെ ഇത് പാടാൻ പോകുന്നത് ഇങ്ങനെയാണ്. പുട്ടും കുറ്റി നിങ്ങൾ മറക്കല്ലേ, ഞങ്ങളെ പുട്ടസീനാനെ നിങ്ങൾ മറക്കല്ലേ, പുട്ടും കുറ്റി ചിഹ്നം നിങ്ങൾ മറക്കല്ലേ, നിങ്ങൾ പുട്ടസീനാനെ നിങ്ങൾ മറക്കല്ലേ. പുട്ടും കുറ്റി, പുട്ടും കുറ്റി, പുട്ടും കുറ്റി, പുട്ടും കുറ്റി. എന്നാ നമുക്ക് അരി പറക്കാം. അന്നെ കുറിച്ചും കുട്ടികളെ കുറിച്ചും നമ്മളെ നാട്ടിലെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു. നല്ല മനുഷ്യല്ലേ. എന്താണ് നിങ്ങൾ അറബിനെ കൊണ്ടുവരട്ടാ, ഉറക്കി പിടിച്ചോളി, ഇവിടെ രക്ഷപ്പെടും. നല്ലൊരു മനുഷ്യനുണ്ടാ. ഇതാണ് ലാസിക് മീഡിയയുടെ പ്രൊഡക്ഷൻ. പുട്ടസീന വിത്തൗട്ട് മേക്കപ്പ്. ഇതാണ് പുട്ടസീന വിത്തൗട്ട് മേക്കപ്പ്. ഇതാണ് അമ്മായിമ്മ. ജോലി കഴിഞ്ഞിട്ട് വീട്ടിൽ പോകാതിരിക്കുന്നത്. എപ്പോ കഴിഞ്ഞിരിക്കണ. ഇതാണ് സനാ ഫാത്തിമാരുടെ ഡോപ്പ്. അല്ലേ? എന്ത് ചെയ്യും? സനാ ഫാത്തിമാരുടെ ഡോപ്പ് അല്ലേ ചേച്ചി? ഇതാണ് റഹ്മാൻ ക, ഇതാണ് ബഷീർ ക. ഓക്കെ, എല്ലാം ഇയാളാണ്. ഇത് സദു, ന്യൂ എൻട്രി അറ്റ് ലാസിക് മീഡിയ. ഓക്കെ, ഇതാണ് ലാല, മണ്ടൻ ലാല, മൊട്ട ലാല. ഓറഞ്ച് മീഡിയയിൽ നിന്ന് തെറ്റി വന്ന് ലാസിക് മീഡിയയിലേക്ക് വന്നവൻ. അപ്പൊ മക്കളെ, ഷാനിഫ് അരൂരാണ് തിങ്കളാഴ്ച പാട്ടുകാരൻ. എന്റെ തിങ്കളാഴ്ച പാട്ട് ട്രെൻഡിങ് എന്നുള്ള എല്ലാവർക്കും ഒരു ക്ലാസ് കൊടുത്തു. ഇവിടെ അതിന്റെ ഇടയിൽ അപ്പം വന്ന് കയറി നല്ല ഫ്രെയിമിൽ ക്ലാസ് ഇട്, രസല്ലേ? അതാ പോണു. ഈ പെണ്ണിലുള്ള സമയങ്ങളിൽ വേഗം വരി, സമയങ്ങളല്ലേ എല്ലാരും ഇപ്പൊ ഇന്ന് കിട്ടുള്ളൂ. ഇതിപ്പോ അപ്ലോഡ് ചെയ്യണോ?
ഒരാളും പറയണ്ട ചേച്ചി എവിടെ ലിപ്സ്റ്റിക്കൊന്നും വേണ്ടേ? ഓക്കെ ഓക്കെ ഓക്കെ. റഹ്മാക്ക നിങ്ങളെ ഹൈറ്റിൽ നിൽക്കാണ്ട് ഇതിൽ വന്ന് നിൽക്കോ. ഇതിൽ ഇപ്പുറത്ത് ഹലോ നമസ്കാരം. അപ്പോൾ ഞങ്ങളുടെ ലാസിക് മീഡിയയുടെ ഒരു ചെറിയൊരു സെലിബ്രേഷൻ നടക്കാനുള്ള ഒരു പരിപാടിയിലാണ്. അപ്പോൾ അതിൻ്റെ ഒരുക്കത്തിലാണ് ഞങ്ങൾ എല്ലാവരും. ഓക്കെ, അപ്പോൾ അതിൻ്റെ ചെറിയൊരു വീഡിയോ സെലിബ്രേഷൻസ് ഒക്കെ ഞങ്ങൾക്ക് കാണാം. എല്ലാ ആർട്ടിസ്റ്റുകളും ഉണ്ട് കേട്ടോ. ഓക്കെ, എല്ലാ ആർട്ടിസ്റ്റുകളും ഉണ്ട്. Happy birthday, Lasik Media. Happy birthday, Lasik Media. പാടിയിട്ട് ആരും ഏറ്റുപാടുന്നു. Happy birthday, Lasik Media. Happy birthday, Lasik Media. Happy birthday. ആകെ 2 മാസമൊക്കെ ഉള്ളു. അതെ, ഒരു വീഡിയോ അല്ല, ലാസിക് മീഡിയയുടെ ഒരുപാട് പ്രൊജക്റ്റ് എന്തായിട്ടുണ്ട്, ബില്ല് അടിച്ചിട്ടുണ്ട്. അപ്പൊ ബാക്കി കാര്യങ്ങളൊക്കെ നമ്മുടെ MD റഹ്മാൻ പറഞ്ഞതായിരിക്കും. ഓക്കെ, പ്രിയമുള്ളവരെ, ഞങ്ങള് 2 മാസം മുന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനൊരു മീഡിയ ഫോം ചെയ്തതും തുടങ്ങിയതും. എന്തായാലും ഇത് നെഞ്ചിലേറ്റുകയും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന മുഴുവൻ പേർക്കും വേണ്ടിയിട്ട് ഞങ്ങളിത് ഒരു കേക്ക് മുറിച്ച് സെലിബ്രേഷൻ നടത്തുകയാണ്. എല്ലാവർക്കും ആശംസകൾ, അഭിനന്ദനങ്ങൾ. കൂടെ ഉണ്ടാവണം, കൂടെ നിൽക്കണം. എല്ലാ വ്യൂവേഴ്സും ഞങ്ങളോടൊപ്പം ഉണ്ടാവണം കാഴ്ചക്കാരായിട്ട് എന്ന് അഭ്യർത്ഥിക്കുകയാണ്, ആവശ്യപ്പെടുകയാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഉണ്ടാവും നിങ്ങളൊപ്പം. നിങ്ങൾ സപ്പോർട്ട് ചെയ്തിരിക്കണം. ഓക്കെ, താങ്ക് യു വെരി മച്ച്. അപ്പോൾ താങ്ക് യു സോ മച്ച്. നമ്മുടെ ലാസിക് മീഡിയയിൽ ഒരുപാട് ആർട്ടിസ്റ്റുകൾ വന്നിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ ഇന്നില്ലാത്ത ആർട്ടിസ്റ്റുകൾ മുമ്പ് വന്നു പോയവരൊക്കെ ഉണ്ട്. അപ്പോൾ മുമ്പത്തെ എപ്പിസോഡിൽ അഭിനയിച്ച എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുകയാണ്. അപ്പോൾ വളരെ കുറഞ്ഞ സമയം കൊണ്ട് ലാസിക് മീഡിയയ്ക്ക് ഒരുപാട് പ്രേക്ഷകരെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പഴയ ആർട്ടിസ്റ്റുകൾ തന്നെ ഇപ്പോൾ നവാസ് ഒറ്റപ്പിലാവ്, പിന്നെ ഗുരുവായൂരത്തൂർ ആർട്ടിസ്റ്റ്, അങ്ങനെ കുറേ ആൾക്കാർ ഇതിൽ വന്നു പോയിട്ടുണ്ടെങ്കിൽ പോലും നിലവിൽ ഇപ്പോൾ ഉള്ള ആർട്ടിസ്റ്റുകളെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ലാസിക് മീഡിയയുടെ ഏറ്റവും കൂടുതൽ എപ്പിസോഡിൽ അഭിനയിച്ച പാത്തുവും പുട്ടസീന എന്ന് പറയുന്ന നിങ്ങളൊക്കെ പ്രേക്ഷകർ നെഞ്ചിലേറ്റിയിട്ടുള്ള ശാലിനി കോട്ടക്കൽ. അപ്പോൾ എന്താണ് ലാസിക് മീഡിയനെ കുറിച്ചിട്ട് നമ്മുടെ ശാലിനിക്ക് പറയാനുള്ളത്? ലാസിക് മീഡിയയിൽ ഇങ്ങനെ ഒരു ഡീൽ വെച്ചപ്പോൾ ഒട്ടും പ്രതീക്ഷയില്ല. കണ്ടന്റ് ആയിരുന്നു, നമുക്കൊരു ഐഡിയ ഒന്നും ഇല്ലായിരുന്നു. പക്ഷെ അഭിനയിച്ച് തുടങ്ങിയപ്പോൾ ആ കഥാപാത്രത്തിലേക്ക് ഇറങ്ങി ചെന്നപ്പോഴും ഞാൻ ശരിക്കും പാത്തുവായി, ഇപ്പോൾ പുട്ടസീനയായി. എന്തായാലും ഒരുപാട് താങ്ക്സ് ഉണ്ട്. എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതിനും കമൻറ്റൊക്കെ അഭിപ്രായപ്പെടുന്നതിനൊക്കെ ഒരുപാട് നന്ദി. അതുപോലെ താങ്ക് യു ലാസിക് മീഡിയ. അപ്പോൾ താങ്ക് യു ആർട്ടിസ്റ്റ്. അപ്പോൾ ഇത് അജിത ന്യൂ ആർട്ടിസ്റ്റാണ്. ഇപ്പോൾ ഇന്നത്തെ ഞങ്ങൾ ഏകദേശം 30 എപ്പിസോഡ് കഴിഞ്ഞതിന് ശേഷം ജോയിൻ ചെയ്ത ആർട്ടിസ്റ്റാണ്. അപ്പോൾ എന്താണ് ഇന്നത്തെ ഒരു ഷൂട്ടിൽ, ഇപ്പോൾ ഇന്നത്തെ സെലിബ്രേഷനിലും കൂടിയിട്ടാണ് ഇവർ പങ്കെടുത്തുള്ളത്. എന്താണ് ഞങ്ങളെ ലാസിക് മീഡിയനെ കുറിച്ച് പറയാനുള്ളത്? എന്തായാലും ഞാനിന്ന് വന്ന ദിവസം തന്നെ ലക്കിയാണ്. കാരണം ഇന്നത്തെ സെലിബ്രേഷനിൽ എനിക്ക് പങ്കെടുക്കാൻ പറ്റി. ലാസിക് മീഡിയ പൊള്ളിയാണ്. ഫസ്റ്റ് ഡേ തന്നെ എൻജോയ്മെൻ്റ് ആയിരുന്നു. ഒരു ടെൻഷനും കൂടാതെ അഭിനയിക്കാൻ പറ്റി. അപ്പോൾ ഇത് പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ഇൻട്രോ തന്ന ഞങ്ങളുടെ റഹ്മാൻഖാനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ ലാസിക് മീഡിയ ഇത്രയും ഇങ്ങനെ ഒരു ബെൽറ്റിനെ കോർത്തിണക്കിയിട്ട് വളരെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ടെക്നിക്കൽ പരമായിട്ടും സാമ്പത്തികപരമായിട്ടും അതുപോലെ പ്രൊഡക്ഷൻ പരമായിട്ടൊക്കെ ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന, ഞങ്ങൾക്കൊക്കെ ധൈര്യം തരുന്ന ഞങ്ങളുടെ ഒരു ആർട്ടിസ്റ്റാണ് റഹ്മാൻഖ. ഒരായിരം നന്ദി. ഇനി എന്താണ് റഹ്മാൻഖാക്ക് പറയാനുള്ളത്? ഞങ്ങളിത് ക്രിയേറ്റ് ചെയ്തുള്ള ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യം എന്നുള്ള നിൽക്കണം. എന്തായാലും ഞങ്ങളെ സ്വീകരിച്ച് എന്നുള്ളതാണ് ഞങ്ങളെ ഏറ്റവും വലിയ സന്തോഷം. ഞങ്ങളെ സ്വീകരിച്ച മുഴുവൻ ആളുകൾക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നു. നന്ദി. കൂടുതൽ വേണമെങ്കിൽ പറയുന്നില്ല. എല്ലാവർക്കും ആശംസകൾ. ഇതാണ് ലാസിക് മീഡിയയുടെ നെടുന്തൂണ്. നിങ്ങൾക്കറിയാം, നമ്മുടെ ലാസിക് മീഡിയയുടെ ഓരോ കണ്ടന്റും കണ്ടിരിക്കും. അസർപ്പായിട്ടും അതുപോലെ ലാലയായിട്ടും ഒക്കെ വന്നിട്ടുള്ള കഥാപാത്രമാണ് നമ്മുടെ ഇപ്പോൾ പേര് ശരിക്കും ലാല എന്ന് തന്നെയാണ്. എന്താണ് ലാസിക് മീഡിയയെ കുറിച്ച് ലാലയ്ക്ക് പറയാനുള്ളത്? ലാസിക് മീഡിയനെ കുറിച്ച് പറയാനുള്ളത് പറഞ്ഞാൽ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. നമ്മൾ പുതിയൊരു മീഡിയയിൽ പുതിയ കുറേ ആർട്ടിസ്റ്റുകൾ വന്ന് നല്ല സെറ്റപ്പായിട്ട് പുതിയ കണ്ടൻറ്റ്, പുതിയ ഫാമിലി കണ്ടൻറ്റ്, ഒരുപാട് ആൾക്കാർ ഇഷ്ടപ്പെടുന്ന കണ്ടൻറ്റാണ് നമ്മൾ ചെയ്യുന്നത്.
നമ്മൾ മോശമായിട്ടുള്ള ഒരു കണ്ടന്റ് നമ്മൾ ചെയ്യുന്നില്ല. പ്രേക്ഷകർ നമ്മൾ ആവശ്യപ്പെടുന്നത് എല്ലാം നമ്മൾ എല്ലാ കണ്ടന്റും നമ്മൾ കൊടുക്കുന്നുണ്ട്. താങ്ക് യു ലാല. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ അമ്മായിയമ്മ. ഇത്രയും ഏകദേശം 25ഓളം എപ്പിസോഡിൽ അമ്മായിയമ്മയായിട്ടും ആവശ്യത്തൊക്കെ ആയിട്ട് വലിയ ബേബി ചേച്ചിക്ക് എന്താണ് ലാസിക് മീഡിയയെ കുറിച്ച് പറയാനുള്ളത്? ലാസിക് മീഡിയ എന്ന് പറഞ്ഞാൽ ഒരു ഫാമിലി ആയിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. പക്ഷേ ഇവിടെ വന്നപ്പോൾ എനിക്ക് തന്ന അമ്മായിയമ്മ എന്ന റോള് ഭയങ്കര കടുകട്ടി റോളാണ്. പക്ഷേ ഈ റോള് ഞാനുമായിട്ട് യാതൊരു ബന്ധവുമില്ല. എന്നോട് തെറ്റിദ്ധരിക്കരുത്. ഞാൻ വളരെ സോഫ്റ്റ് മൈൻഡുള്ള ഒരാളാണ് കേട്ടോ. താങ്ക് യു. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ പ്രൊഡക്ഷൻ ബേസിലെ ഒരു ബെൽറ്റ്, ഞങ്ങളുടെ റഹീംക. ഓക്കെ, ലാസിക് മീഡിയയുടെ മറ്റൊരു നെടുന്തൂണാണ്. എല്ലാ കാര്യങ്ങൾക്കും ഓടി നടന്ന് അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് ഏകദേശം എപ്പിസോഡിൻ്റെ പകുതി എപ്പിസോഡും റഹീംക്കയുടെ വീട്ടിലാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. എന്താണ് റഹീംക്കാക്ക് പറയാനുള്ളത്? ലാസിക് മീഡിയ നെഞ്ചിലേറ്റിയ എല്ലാവരോടും നന്ദി. സുഹൃത്തുക്കളുണ്ട്, കുടുംബക്കാരുണ്ട്, എല്ലാ നാട്ടുകാർക്കും ഹൃദയത്തിൽ തൊട്ട് നന്ദിയാണ്. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഞങ്ങളെ സെലിബ്രേഷനിലേക്ക് ഞങ്ങൾ കടക്കാൻ വേണ്ടി പോവുകയാണ്. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് റോസ്ലി ചേച്ചി. ഗുരുവായൂർ എന്ന ആർട്ടിസ്റ്റിന്റെ പേരെന്താണ്? ഗുരുവായൂർ എന്ന കുട്ടിയുടെ പേരെന്താണ്? ഗുരുവായൂർ എന്ന് വന്നൊരു കുട്ടി ഫസ്റ്റ് എപ്പിസോഡിൽ നിങ്ങൾ വന്നേ അറിയില്ല. പിന്നെ ഏതൊരു ആർട്ടിസ്റ്റ് വന്നില്ലേ കോഴിക്കോട് നിന്ന്? ഇനിയും ഒരുപാട് ഒരുപാട് ആൾക്കാർ വരാണ്ട്. എന്തായാലും ഞങ്ങളോടൊപ്പം പ്രേക്ഷകരുണ്ടാവുക, അതാണ് ഞങ്ങളുടെ ആവശ്യം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. ഞങ്ങളുടെ ക്യാമറമാൻ അഫീഫിന് 1000 നന്ദി രേഖപ്പെടുത്തുന്നു. ഞങ്ങൾ ടെക്നിക്കലിൻ്റെ ഒരു വലിയൊരു ബെൽറ്റാണ്. അതുപോലെ ഞങ്ങളുടെ പ്രൊഡ്യൂസർ ബാബുക്കാക്ക് 1000 നന്ദി രേഖപ്പെടുത്തുകയാണ്. ചെറിയൊരു സെലിബ്രേഷൻ വീഡിയോ കാണാം. താങ്ക് യു സോ മച്ച്.